സെപ്റ്റംബർ 11 നാളെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നടക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിന് മിക്ക കുട്ടികളും തയ്യാറെടുക്കുകയായിരിക്കും. കഴിഞ്ഞ വർഷം ഇതേ സമയം സ്പോട്ട് അലോട്ട്മെൻറ്റിന് ആ ലൊക്കേഷനിൽ അവിടെ ഉണ്ടാകാൻ സാധിച്ചതിൻ്റെ പേരിൽ കുറച്ച് എക്സ്പീരിയൻസുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. CEE വെബ്സൈറ്റിൽ അവരുടെ നോട്ടിഫിക്കേഷൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന PDF ഡോക്യുമെൻറ്റ് സെൻട്രലൈസ്ഡ് സ്പോട്ടിനെ കുറിച്ച് അതിൻ്റെ നിബന്ധനകൾ, ഫീസിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തയ്യാറെടുക്കാനായിട്ട്. അതല്ലാതെ അവരിവരും പറഞ്ഞു കേട്ട് പോകരുത്. NOC എവിടെ നിന്നൊക്കെ വേണം, എവിടെ നിന്നൊക്കെ വേണ്ടാന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും വളരെയധികം ക്ഷമയോടുകൂടെ കുറേ നീണ്ട സമയം ക്യൂവിൽ നിൽക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കണം. അതല്ലെങ്കിൽ സംഭവം പണിപ്പാളും. നിങ്ങൾക്ക് പിന്നെ ക്ഷമ കെട്ട് ചീത്ത പറയാനും ബഹളം വയ്ക്കാനും മാത്രമേ നേരമുണ്ടാവുള്ളൂ. ചെന്ന് ഓപ്ഷൻ നൽകി പെട്ടെന്ന് റിസൾട്ട് കണ്ട് അഡ്മിഷൻ എടുത്ത് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താം എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിയേക്കും. കഴിഞ്ഞ കൊല്ലം 7 മണിക്ക് രാവിലെ ഗേറ്റിന് ചുറ്റും തടിച്ചുകൂടി അവിടെ നിന്ന് ക്യൂ ആരംഭിച്ചിട്ട് റോഡിലും ഒരുപാട് നീളം ക്യൂ ആയിരുന്നു. എന്നിട്ട് ക്യാമ്പസിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു വളഞ്ഞ് പൊളഞ്ഞ് കുറേ ക്യൂകൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ ആ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയാൽ മതി. ഓക്കെ, 7 മണി മുതൽ വൈകിട്ട് 9 മണി 10 മണി വരെ നിൽക്കാൻ ആ ഒരു ക്ഷമ നിങ്ങളുടെ മനസ്സിൽ തയ്യാറെടുത്തുകൊണ്ട് വേണം പോകാൻ. ഒരു പക്ഷേ ഇക്കൊല്ലം അവരത്ര സമയം എടുക്കില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകണം. കഴിഞ്ഞ വർഷം ആകെ പ്രശ്നങ്ങളായിരുന്നു. രാവിലെ നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന റൂമിലേക്ക് ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഉച്ചഭക്ഷണം അറ്റ്ലീസ്റ്റ് ഗ്യാരണ്ടി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്രയും നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നൊരു സജഷൻ ഉണ്ട്. കാരണം നിങ്ങൾ ക്യൂവിൽ നിന്ന് മാറുമ്പോൾ ആ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കഴിഞ്ഞ തവണ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പല ആൾക്കാരും ക്യൂവിൽ നിന്ന് ഇങ്ങോട്ട് മാറില്ല അങ്ങോട്ട് മാറില്ല. നമുക്കറിയാം ക്രൗഡ് വരുമ്പോൾ ഉണ്ടാകുന്ന ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരാളെ കൂടെ ബാക്കപ്പായിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൂവ്മെൻ്റ് ആകുമ്പോൾ പുള്ളിക്ക് അവിടെ ക്യൂവിൽ നിൽക്കാം. ഓക്കെ, പിന്നെ ഈ യാത്ര തിരിച്ചുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ മിക്കവാറും നിങ്ങൾ മുൻപ് ബുക്ക് ചെയ്ത ട്രെയിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം കൂടെ ദൂര സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ളവർ അവരുടെ അക്കോമഡേഷനൊക്കെ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും. ഒരുപക്ഷെ അക്കോമഡേഷനൊക്കെ ഒരു ദിവസത്തും കൂടെ നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ട്രെയിനുകൾ പിറ്റേ ദിവസം തത്കാലം അങ്ങനത്തെ മെത്തേഡിലൊക്കെ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ മനസ്സിൽ വെക്കുക. കാരണം വളരെ സ്മൂത്തായിരിക്കും, പെട്ടെന്ന് പോയി തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷകൾ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പോകാതിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇത് ബേസിക്കലി നിങ്ങളെന്തായാലും ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോയേ മതിയാകൂ. കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും ആ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളൊരു ദിവസം ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. സാരമില്ല, അപ്പോൾ നിങ്ങൾ പോകണം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ എക്സ്പെക്റ്റേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മാറ്റങ്ങളുണ്ടാവും. കഴിഞ്ഞ വർഷം ആദ്യം ഈ ക്യൂ ചെന്ന് എത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ സ്റ്റുഡൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ, അതല്ലെങ്കിൽ രക്ഷിതാവിന്, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ ഫില്ലിംഗ് ആണ് നടക്കുക. ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ നമ്മൾ 1, 2, 3 എന്നുള്ള ക്രമത്തിൽ നമ്മളുടെ പ്രിഫറൻസുള്ള കോളേജ്, ബ്രാഞ്ച്, കാറ്റഗറി ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ആ റൂമിൻ്റെ ഇപ്പുറത്തോടെ എക്സിറ്റ് അടിച്ച് വരും. അതിനിടയിൽ അവർ ഒരു ഡെസ്കിൽ ഒരുപാട് പേര് 1, 2, 3 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ കുട്ടിയെ ആ ക്യൂവിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം കഴിഞ്ഞു എന്ന്. പിന്നെ കാണുന്നത് പുതിയൊരു ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മുമ്പ് പുറത്തിറങ്ങിയവർ വേറൊരു ക്യൂ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ചെല്ലുന്നത് ഒരു കമ്പ്യൂട്ടർ ലാബിലേക്കാണ്. അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഡാറ്റ ഷീറ്റിൻ്റെയോ എന്തിൻ്റെയോ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കൽ പരിപാടി, സ്കാനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് 2 സ്ഥലത്ത് പല തരത്തിൽ ചെയ്യുന്നതെന്നൊന്നും ഉത്തരവൊന്നുമില്ല. അവരങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ഭാഗമായിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ക്യൂവിൽ നിൽക്കൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബാച്ച് കുട്ടികളുടെ ഈ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 5:15 ആയിട്ടുണ്ട് സമയം. ഈവൻ 12 മണി വരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും കുട്ടികൾ നേരം വൈകി വന്നപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ വന്നവരുടെ എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് 1 മണിക്ക് 2 മണിക്കൊക്കെ വന്നവരുടെ അവർ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇക്കൊല്ലം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൻ നേരത്തെ പോകണമെന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 5 മണി, മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു വളരെ നേരം ഇരുട്ടിയിട്ടാണ് അവർ നോട്ടീസ് ബോർഡിൽ ഈ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പതിപ്പിക്കുന്നത്.
ആ നോട്ടീസ് പതിപ്പിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ഒന്നും തള്ളായിരുന്നു. അതിനകത്ത് കാണാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. ജനങ്ങൾ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ കുറച്ച് കുട്ടികൾ പോയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ തൊട്ടടുത്ത് ആൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നു. ആ വാട്സപ്പിലുള്ള ആൾ വേറെ ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ആ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നവർക്കൊന്നും ഈ ഇവിടേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ ഈ വാട്സപ്പിൽ കൂടെയാണ്, അത് ക്ലിയർ ഒന്നല്ല ചില ഫോട്ടോസൊക്കെ, അതിൽ കൂടെയൊക്കെയാണ് ഓരോരുത്തർ കിട്ടി അല്ലെങ്കിൽ ഇല്ല. ഭൂരിഭാഗം പേരും സീറ്റ് കിട്ടാതെ നിരാശയോടെയാണ് പോയത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം സീറ്റിൻ്റെ എണ്ണം ഒരുപാടൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഈ വർഷം ചിലപ്പോൾ കൂടുതൽ സീറ്റ് ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിമുട്ടാൻ തയ്യാറായി, ലേറ്റായിട്ട് നിൽക്കാൻ തയ്യാറായിട്ട് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കിയിട്ട് വേണം പോകാൻ. കുറച്ച് സീറ്റ് ഉള്ളെങ്കിലും നിങ്ങൾ പോകാതിരുന്നാൽ നിങ്ങൾക്കത് കിട്ടില്ല. ഒരു ദിവസം പോട്ടെ എന്ന് തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ നാളെ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.